അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം AC റോഡ് അപകടങ്ങളുടെ കുരുതിക്കളമായി മാറുകയാണെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. അടിയന്തരമായി AC റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും ജേക്കബ് എബ്രഹാം KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ 4 വീലർ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, 4 വീലറും 2 വീലറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു, 2 വീലറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, സൈഡിൽ കൂടി നടന്നു പോകുന്ന മനുഷ്യൻ്റെ ദേഹത്തേക്ക് വാഹനം പാഞ്ഞു കയറുന്നു, റോഡ് കുറുകെ കിടക്കുന്നവനെ ഇടിച്ചു വീഴ്ത്തുന്നു. ഈ കഴിഞ്ഞ ദിവസം രാമങ്കരി പഞ്ചായത്തിന് മുമ്പിൽ റോഡ് കുറുകെ കിടന്ന ഒരു പാവം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പാഞ്ഞു വന്ന വണ്ടി ഇടിച്ച് മരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അശാസ്ത്രീയമായ രീതിയിൽ പണിതിട്ടുള്ള റോഡുണ്ടായിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് ഈ 1000 കോടി രൂപ ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. റോഡിന് വീതിയില്ല. ഒരു വണ്ടി പാർക്ക് ചെയ്യുവാൻ 2 വശങ്ങളും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വരയിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വണ്ടിയും അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള വീതിയില്ല. വരയ്ക്ക് പുറത്ത് കിടക്കും. പോലീസ് വന്ന് വണ്ടിക്കാരനെ പെനാൽറ്റി അടിച്ചിട്ട് പോകും. ഒരു വണ്ടി AC റോഡിൽ കൊണ്ട് തിരിക്കാൻ പറ്റില്ല. എത്രയോ പേടിച്ചുകൊണ്ടാണ് ഒരു വണ്ടി ഒന്ന് AC റോഡിൽ തിരിക്കുവാൻ പറ്റുന്നത്. ഇത്രമാത്രം അശാസ്ത്രീയമായ രീതിയിൽ പണിതിട്ടുള്ള ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ കാര്യമുള്ളത്, ഇപ്പോൾ ഹൈവേയിൽ NH ഹൈവേയുടെ 6 ലൈൻ ആക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതൽ വണ്ടികൾ ഇപ്പം MC റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അശാസ്ത്രീയമായ നിർമ്മാണമാണ് AC റോഡിൻ്റെത്. റോഡിന്റെ വീതി കുറഞ്ഞതും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ സൗകര്യം ഇല്ലാത്തതും അപകടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നു. AC റോഡിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് രാത്രികാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടും അധികാരികൾ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആർക്കു വേണ്ടിയാണ് ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ചത് എന്ന് ചോദിച്ചാൽ മറുപടിയില്ലെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. AC റോഡിലെ നെടുമുടി, കിടങ്ങറ ഉൾപ്പെടെയുള്ള പാലങ്ങളിലെ പണി പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാവുന്നില്ല. ഇതുമൂലം ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിക്കുന്നു. അപകടങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാണ് കുട്ടനാട്ടുകാരുടെ ഓരോ ദിവസവും പുലരുന്നത്. അതിനാൽ അടിയന്തരമായി AC റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരു പരിധിവരെയെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ എന്നും അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം കൂട്ടിച്ചേർത്തു. കുട്ടികളിൽ കലാപരമായും കായികപരവുമായുള്ള കഴിവുകൾ വളർത്തിയതെങ്കിൽ മാത്രമേ നന്മയുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ രാമങ്കരി പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ നടത്തൽ നിയമം, പൗരാവകാശ നിയമം സംബന്ധിച്ച വിഷയങ്ങളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. ഇതുവഴി കുട്ടികളിലെ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും SP മോഹനചന്ദ്രൻ പറഞ്ഞു. കുടുംബങ്ങളിൽ വേണ്ടത്ര ചേർന്ന് നിൽക്കാത്ത കുട്ടികളാണ് മയക്കുമരുന്ന് പോലുള്ളവയിൽ ആകൃഷ്ടരാകുന്നതെന്നും അതിനാൽ കുട്ടികളെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും SP പറഞ്ഞു. വളർന്നു വരുന്ന തലമുറയെ കൂടുതൽ സ്പോർട്സാണ് ലഹരി, സ്പോർട്സ് ആയിരിക്കണം ലഹരി, ആർട്സ് ആയിരിക്കണം ലഹരി, ഡാൻസോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക, ചിത്രം വരകളും മറ്റും ഉണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക. ഓരോരുത്തരുടെ ആ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അതിലേക്ക് ഇയർമാർക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് ശരിയാണ്. ഇപ്പോൾ പല കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്തും തൃശ്ശൂർ, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പല കൗൺസിലിംഗ് സെൻറ്ററിൽ ചില രക്ഷിതാക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഇതായിട്ട് നിങ്ങൾ പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാവുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഫാമിലി, ആ ഫ്രണ്ട്സ് എന്നൊക്കെ ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ ഈ ശീലം വന്നുകൊണ്ട് അവരെ ആ ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഒരു ഭാഗമാക്കാൻ നോക്കുക. മെയിൻ നമ്മുടെ ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് വളരെ റോളുണ്ട്, അവിടുത്തെ ചെറിയ ചെറിയ ക്ലബ്ബുകൾക്ക് നല്ല റോളുണ്ട്. ശരീരം കായികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടും തോറുണ്ടല്ലോ. പിന്നെ ഒരാൾക്കും ഒരിക്കലും ഇതുപോലെയുള്ള സ്റ്റാമിന നഷ്ടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ദോഷം വരുന്നതായ സംഭവങ്ങളിൽ പിന്നെ അതിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ആലപ്പുഴ DCRB DYSP KL സജിമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നത് സംബന്ധിച്ചും അവരുടെ പൗരാവകാശങ്ങളെക്കുറിച്ചും വിജിലൻസ് ഇൻസ്പെക്ടർ ധനീഷ് ക്ലാസ് നയിച്ചു. രാമങ്കരി പോലീസ് ഇൻസ്പെക്ടർ V വിജയകുമാർ, രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ, സബ് ഇൻസ്പെക്ടർ P മുരുകൻ, KK രാജേഷ് കുമാർ, KB ജയൻ, EV ബൈജു, ASI PP പ്രേംജിത്ത്, സീനിയർ CPO S സിബിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കിഴികൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങി കുട്ടനാട്ടുകാരൻ. ഒരു പിടി മണ്ണിൽ കൃഷി ചെയ്യുന്ന പുതിയ കൃഷിരീതിയുമായി കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ് കാവാലം ചെറുകര സ്വദേശി കലേഷ് കമൽ.
കാവാലം ചെറുകര 6-ാം വാർഡിൽ അറക്കൽ വീട്ടിൽ കലേഷ് കമലാണ് പുതിയ കൃഷി രീതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. 5 ഏക്കർ നെൽകൃഷിയും അതോടൊപ്പം തന്നെ രക്തശാലി ഇനം നെൽകൃഷിയുമാണ് ചെയ്തു വന്നിരുന്നത്. വീട്ടിലെ 30 സെന്റ് സ്ഥലം അതിന് തൊട്ടടുത്ത് 1 ഏക്കർ പാട്ടത്തിനും എടുത്താണ് കൃഷി ചെയ്യുന്നത്. വീട്ടിലെ കൃഷി ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ബ്രോക്കോളി എന്നീ ശീതകാല വിളകളും ചെയ്തു വരുന്നു. വിവിധ ഇനം മുളകുകളും ചീര, വെണ്ട, പയർ, കോവൽ, തക്കാളി എന്നു തുടങ്ങി എല്ലാ വിളകളും കലേഷിന്റെ കൃഷിയിടത്തിലുണ്ട്. കുളത്തിലും ടാങ്കിലും മീൻ കൃഷിയും നടത്തുന്നുണ്ട്. നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ തന്നെ എങ്ങനെ കൃഷി ലാഭകരമാക്കാം, അല്ലെ വീട്ടുമുറ്റത്ത് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ചട്ടി വെക്കുന്നു, വെളുത്തീൻ ബാഗുകൾ വെക്കുന്നു, ഗ്രോ ബാഗുകൾ വെക്കുന്നു, കൃഷിഭവനൊക്കെ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നൂതനമായ മറ്റൊരു രീതി കിഴി കെട്ടി കൃഷി ചെയ്യുക. സത്യത്തിൽ എനിക്കത് ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പറഞ്ഞിട്ട് എനിക്കത് അത്ര വിശ്വാസം. ഈ കിഴി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വീട്ടിൽ ഒരു ശരീരത്തിന് വേദന വരുമ്പോൾ ഒരു ചെറിയ കിഴി കെട്ടി കുത്തുന്ന ഒരു രീതിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഭയങ്കരമായ ഒരു അത്ഭുതം. കാര്യം നിസ്സാരമായ കാര്യം. ഒരല്പം മണ്ണ്, 2 കൈ കോരാവുന്ന അല്പം എല്ലുപൊടി, അല്പം പൊടി, ഇച്ചിരി ചകിരി, ശകലം വേപ്പിനാക്ക്, ഇച്ചിരി കക്കാപ്പൊടി, ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ആ നിൽക്കുന്ന പച്ചമുളകൊക്കെ അങ്ങനെ തഴച്ച് നിൽക്കുകയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം വിചാരിക്കുകയാണ്. ഈ യുവാവ് ഇത്രയധികം അധ്വാനിച്ച് കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ രീതികൾ കണ്ടുപിടിക്കുക. വേലിനെറ്റ് മുറിച്ചെടുത്ത് അതിൽ ഒരു പിടി മണ്ണിട്ട ശേഷം അതിനു മുകളിൽ പച്ച കക്കാപ്പൊടി വിതറി അതിനു മുകളിൽ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നീ മിശ്രിതങ്ങൾ ഒരു കിഴിയായി കെട്ടി പിന്നീട് ചട്ടിയിൽ ചകിരിച്ചോറ് ഇട്ട ശേഷം കിഴി ചട്ടിയിലിറക്കി ഹോൾ ഇട്ട ശേഷം തൈകൾ നടും. ഇതാണ് കൃഷിരീതി. 90ഓളം ചട്ടികളാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. ശീതകാല വിളകളും ഈ കൃഷി രീതിയിലുണ്ട്. 2 ദിവസം കൂടുമ്പോൾ മാത്രം ജലസേചനം മതിയെന്നതാണ് ഈ കൃഷിയുടെ പ്രത്യേകതകൾ. പിന്നീട് കൂടുതൽ സ്ലറികളാണ് ആഡ് ചെയ്യുന്നത്. ജീവാമൃതം, ഫിഷാമിനോ, എഗാമിനോ, നൈട്രജൻ തുടങ്ങിയ സ്ലറികൾ. അതാണ് കൂടുതൽ ഈൽഡ് ലഭിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ കൃഷി രീതിയാണ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച പൂർണ്ണ അംഗവൈകല്യമുള്ള കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശ അണുബാധയുള്ള കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. 72 മണിക്കൂർ നിർണായകമെന്ന് കുട്ടിയെ ചികിത്സിക്കുന്ന ശിശുരോഗ വിഭാഗം ഡോക്ടർ ജോസ് പറഞ്ഞു. 2.5 മാസം മുമ്പ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച സുറുമി അനീഷ് ദമ്പതികളുടെ കുട്ടിക്ക് ഗുരുതര വൈകല്യങ്ങളാണ് ഉള്ളത്. ഇന്ന് രാവിലെയോടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ട കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അണുബാധയെ തുടർന്ന് ഓക്സിജൻ ലെവൽ താഴുകയും അതീവ ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്തതോടെ കുട്ടിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്ന് ചികിത്സയിരിക്കുന്ന ശിശുരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജോസ് പറഞ്ഞു. ശരീരത്തിലൊരു അണുബാധയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടനുസരിച്ച് അതിനുള്ള വിദഗ്ധ ചികിത്സ തുടങ്ങുകയും കുട്ടിക്ക് ശ്വാസം മുട്ടലുള്ളതിനാൽ ഉടനെ തന്നെ പേഷ്യൻ്റ് വെന്റിലേറ്ററാക്കുകയും ചെയ്തിരിക്കുന്നു. ബാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശോധനകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധന റിസൾട്ട് അനുസരിച്ച് കൂടുതൽ ചികിത്സകളെ പറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടി രോഗാവസ്ഥ ഒരു സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ. രോഗത്തിൽ ശരീരത്തിൻ്റെ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും ശരീരത്തിൽ മൊത്തത്തിലായിട്ടുള്ള ഒരു അണുബാധയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ഒരു കുട്ടിയെ വെന്റിലേറ്റർ കയറിയാൽ ന്യൂമോണിയ ആയി കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിനുള്ള പ്രതികരണത്തിൻ്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 48 to 72 hours സാധാരണ മിനിമം റെസ്പോൺസ് വരുന്നത്. ആൻറ്റിബയോട്ടിക്സ് അത് ആക്ട് ചെയ്ത് വരുന്നതിനുള്ള സമയമാണ് നമ്മൾ 48 to 72 hours പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് റെസ്പോൺസ് വരുമ്പോൾ ശ്വാസം ബുദ്ധിമുട്ട് മാറുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വെന്റിലേറ്റർ മാറ്റുവാനും ബാക്കി ചികിത്സ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. അല്ല അങ്ങനെ ഒരു ജനിതകമായ രോഗമുള്ള അവസ്ഥയായതുകൊണ്ട് കുട്ടി വളരുന്നതനുസരിച്ച് ഓരോ പ്രോഗ്രസ് വരത്തുള്ളൂ. കുട്ടി ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ആസസ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. തലവടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിന് അവസരമൊരുക്കുന്നതിനുമായി സംഘടിപ്പിച്ച തളിര് ഭിന്നശേഷി കലോത്സവം സമാപിച്ചു. നീരേറ്റുപുറം ശ്രീ ചക്കുളത്തുകാവിലമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവ സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഗായത്രി ബി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അത്തരം ആളുകൾക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ള ഒരിടം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അതിന് വേണ്ട ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കും. അതിനായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും അവരുടെ വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വീതം നീക്കിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശവും
ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി രക്ഷകർത്താക്കൾ ആകുലപ്പെടേണ്ടതില്ല. അവർക്ക് നല്ലൊരു വാസസ്ഥലം നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവർ ഓർക്കുക. ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ ആർക്കും ഉണ്ടാകരുത്. അപ്പൊ നമ്മുടെ ആലപ്പുഴ ജില്ലയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ഏറ്റവും മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നില്ല. ICDS സൂപ്പർവൈസർ ഷൈജി ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു എബ്രഹാം, കൊച്ചുമോൾ ഉത്തമൻ, സുജിമോൾ സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാറാക്കുട്ടി ഫിലിപ്പോസ്, ബിനു സുരേഷ്, NP രാജൻ, അരുൺ P ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് റെജി KR തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. പ്രശാന്ത് പുതുക്കരി വിജയിക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വന്തം സ്കൂൾ മികച്ച നേട്ടം കൊയ്തതിന്റെ ആനന്ദത്തിൽ കുട്ടികൾ ആറാടിയപ്പോൾ ആരും അറിയാതെ ക്യാമറയിൽ പകർത്തിയ ഗോപികയുടെ നൃത്തം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പാലക്കാടിനെയും തിരുവനന്തപുരത്തെയും പിന്നിലാക്കി 95 പോയിന്റോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ആലപ്പുഴയുടെ അഭിമാനമായി മാറിയ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിഭാഗം വിദ്യാർത്ഥിനി ഗോപിക അധ്യാപകർക്ക് മുന്നിൽ നടത്തിയ ആനന്ദ നൃത്തമാണ് ദിവസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. 3 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് പേർ കണ്ടുകഴിഞ്ഞ വീഡിയോ ആയിരക്കണക്കിന് പേരാണ് ഷെയർ ചെയ്തത്. സ്കൂൾ കലോത്സവത്തിലെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ട്രോഫികൾക്കൊപ്പം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സന്തോഷ നിമിഷങ്ങൾ പകർത്താനെത്തിയ മാന്നാർ പ്രണവ് സ്റ്റുഡിയോ ഉടമ പ്രണവ് മണിയാണ് ഗോപികയുടെ ആനന്ദ നൃത്തം ക്യാമറയിൽ ഒപ്പിയെടുത്ത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയായിരുന്നു. ചെട്ടുകുളങ്ങര കണ്ണമംഗലം വടക്ക് ഗോവർദ്ധനത്തിൽ ഗോപകുമാർ ദേവിക ദമ്പതികളുടെ ഏക മകളായ ഗോപിക നൃത്തം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നില്ല. തന്റെ വിദ്യാലയം സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയപ്പോൾ ഉണ്ടായ ആനന്ദത്തിൽ മതിമറന്ന് ആടിപ്പോയതാണെന്നും അത് ക്യാമറയിൽ പകർത്തിയത് അറിഞ്ഞിരുന്നില്ലെന്നും ഗോപിക പറഞ്ഞു. വിജയാഘോഷത്തില് മതിമറന്ന് ഞാൻ അങ്ങ് ആഹ്ലാദിക്കുകയായിരുന്നു. കുറെ മണിയെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ ചെന്ന് FB ഒക്കെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്, ഇതിനകത്ത് വൈറലായി കിടക്കുന്നത്. പിന്നെ അങ്ങ് 1.5 വൈറലായിപ്പോയി. ഈ വീഡിയോ ഇത്രയും വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും വൈറലായതിൽ ഏറെ അഭിമാനമുള്ളതായും പ്രണവ് മണി പറഞ്ഞു. വീഡിയോ വൈറലായതോടെ സ്കൂൾ പ്രിൻസിപ്പൽ V മനോജും അധ്യാപകരും ഗോപികയെ അഭിനന്ദിച്ചു. സ്കൂളിന്റെ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച ഗോപികയിൽ സ്കൂളിന്റെ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ V മനോജ് പറഞ്ഞു. സംസ്ഥാന കലോത്സവത്തിലെ ജില്ലാതല ഓവറോൾ വിജയം കുട്ടികൾ ഭംഗിയായിട്ട് ആഘോഷിച്ചു. ആ ആഘോഷവേളയിൽ പാർട്ടിസിപ്പൻ്റായി അല്ല എങ്കിൽ പോലും അത് കാഴ്ചക്കാരിയായി എത്തിയ ഗോപിക സന്തോഷം കൊണ്ട് മതിമറന്ന് നിഷ്കളങ്കമായ ഒരു നൃത്തം ഇവിടെ അവതരിപ്പിച്ചു. പരിസരത്തെക്കുറിച്ച് പോലും ശ്രദ്ധിക്കാതെ അവളുടെ ആ ഒരു ഡാൻസ് വളരെ വൈറലായി. തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. മിടുക്കിയാണ് കുട്ടി, അതുകൊണ്ട് തന്നെ അവളത് ഡിസർവിങ്ങുമാണ്. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. പച്ചാൻ ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി സമാപനം വെള്ളിയാഴ്ച നടക്കും. സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പിടിപ്പണ സമർപ്പണത്തിലൂടെ പ്രശസ്തമായ കുരുട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പൊങ്കാല നിവേദ്യ സമർപ്പണം നടന്നു. മകരസംക്രാന്തി ദിനമായ ചൊവ്വാഴ്ച രാവിലെ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. പിന്നീട് ഭക്തർ ഒരുക്കിയ അടുപ്പുകളിലേക്കും തീ പകർന്നു നൽകി. 100 കണക്കിന് വിശ്വാസികൾ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. വൈകിട്ട് ദീപകാഴ്ചയോടെ മഹോത്സവം സമാപിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ സജി കുട്ടപ്പൻ, പ്രഭകുമാർ, ശിവൻപിള്ള, അജിത് കുമാർ, സജി വിശ്വനാഥൻ, രാജേന്ദ്രൻ, ഗിരീഷ്, അർച്ചന രാജേഷ്, അനിഷ ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ ചരിത്ര പ്രസിദ്ധമായ മകരം തിരുനാളിന് കൊടികയറി.
വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫാദർ ലിബിൻ തുണ്ടുകളം, ഫാദർ ജെറിൻ കാവനാട്ട്, ഫാദർ നിഖിൽ അറക്കാത്തറ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. ജനുവരി 14 മുതൽ ഫെബ്രുവരി 2 വരെ ഭക്തി നിർഭരമായ കർമ്മങ്ങളോടെയാണ് ചടങ്ങുകൾ ആചരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 4:15 റംശ, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയുണ്ടായിരിക്കും. ജൂബിലി വർഷ കൊടികളും തിരികളും കുടുംബ കൂട്ടായ്മ പ്രതികൾ ഏറ്റുവാങ്ങി. തുടർന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന വിശുദ്ധ സെബസ്ത്യാനോ സഹദായുടെ തിരുസ്വരൂപം കൊച്ചുപള്ളിയിൽ പ്രധാന പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് പരിശുദ്ധ കുർബാന, പൂർവീക സ്മരണ, സിമിത്തേരി പ്രാർത്ഥനാ കർമ്മങ്ങൾ എന്നിവ നടന്നു. ഫാദർ മാത്യു അഞ്ചിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കുരിശുപള്ളികൾ കൊടിയേറ്റ് കർമ്മം നടന്നു. പ്രധാന തിരുനാൾ ജനുവരി 23, 24 തീയതികളിൽ ആണ്. 23-ന് കവലയിലേക്ക് പ്രദക്ഷിണം, 24-ന് പട്ടണ പ്രദക്ഷിണം. പേടപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന നെയ്വിളക്കും പൂമൂടൽ ചടങ്ങും ഭക്തിസാന്ദ്രമായി. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൃശ്ചിക 1-ന് ആരംഭിച്ച ചെറുപ്പ് മഹോത്സവത്തിന് മകരസംക്രാന്തി നാളിൽ വിശേഷാൽ പൂജകളോടെ സമാപിച്ചു. മകരസംക്രമ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വൈകുന്നേരം വിശ്വനാഥ കൈമൾ കൊച്ചുപറമ്പിന്റെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കും പൂമുടൽ ചടങ്ങും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി രാഹുൽ രാജേന്ദ്രൻ, അമൽ ശാന്തി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് സോമൻ, സെക്രട്ടറി രാജൻ കല്ലുമേൽ, ഉപദേശക സമിതി അംഗങ്ങളായ ഗിരീഷ് നന്ദനം, സുനിൽ വളഞ്ചേരി, നിഷാദ് കല്ലുമേൽ, അഭിഷേക് വളഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കൻ വെളിനാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഒപ്പം നാടിന്റെ ഐക്യവും പരസ്പര സ്നേഹവും വിളിച്ചോതുന്ന ഒന്നായി മാറിയത് ഭക്തരിൽ മാത്രമല്ല, കാഴ്ചക്കാരിലും വേറിട്ട അനുഭവമായി. പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതി തെളിയുമ്പോൾ ആ ദിവ്യജ്യോതിയെ വരവേൽക്കാൻ വടക്കൻ വെളിനാട്ടിലെ കേസരിയ പള്ളി മുതൽ SN പരസ്പര സഹായ സമിതി ഓഫീസ് വരെയുള്ള റോഡിന്റെ ഇരുവശവും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ദീപനാളങ്ങൾ തെളിയിച്ച് നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇവർ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ പ്രതീക്ഷയുടെ പുതുദീപങ്ങൾ തെളിയിച്ചപ്പോൾ കുട്ടനാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് വടക്കൻ വെളിനാട്ടിലെ ഈ പ്രദേശവാസികൾ. ചെമ്പുംപുറം നർമ്മോദനപുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടികയറി. പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നും ബുധനാഴ്ച 4-ന് നടന്ന കൊടിയേറ്റ് കർമ്മം ഇടവക വികാരി ഫാദർ ജോൺ മടത്തിപ്പറമ്പിൽ നിർവഹിച്ചു. തുടർന്ന് മണിമല സെയിന്റ് ബേസിൽ പള്ളി വികാരി ഫാദർ മാത്യു പുളിച്ചമാക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ജനുവരി 19-ന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം വിശുദ്ധന്റെ രൂപം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. ചടങ്ങുകൾക്ക് തിരുനാൾ കൺവീനർ ജോൺസൺ VS വടക്കേപ്പറമ്പ്, കൈക്കാരന്മാരായ സിബിച്ചൻ P പുത്തങ്കളം, ഷാജിമോൻ T വടക്കേ ഇടപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മങ്കമ്പ് തെക്കേക്കരയിൽ അയ്യപ്പ ഭക്തർക്കായി ആരംഭിച്ച ശബരിമല ഇടത്താവളത്തിൽ മകരവിളക്ക് ദിവസമായ ചൊവ്വാഴ്ച വിശേഷാൽ പൂജകളും മകരസംക്രമ സഭയും നടന്നു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗണപതി ഹോമത്തിന് കുമരങ്കരി SNDP യോഗം ക്ഷേത്രം മേൽശാന്തി ശരത് S നാലുകെട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന മകരസംക്രമ സഭയ്ക്ക് ഡോക്ടർ MS നവീൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. SASS കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് KP സുകുമാരൻ കുന്നകരിയുടെ അധ്യക്ഷതയിലായിരുന്നു മകരസംക്രമ സഭ. ശബരിമല അയ്യപ്പ സേവാ സമാജം മാർഗദർശൻ AR മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മകരം മുതൽ കർക്കടകം വരെയുള്ള ഈ കാലഘട്ടത്തെ നമ്മൾ ഉത്തരായനം, അവിടുന്ന് അങ്ങോട്ട് പിന്നെ അടുത്ത മകരം വരെയുള്ള കാലഘട്ടത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. അയനം എന്ന് വെച്ചാൽ മാറ്റം അല്ലെങ്കിൽ യാത്ര. രാമന്റെ അയനം, രാമന്റെ യാത്ര, രാമായണം. സൂര്യന്റെ അയനം അത് ദക്ഷിണായനം, ഉത്തരായനം എന്ന രീതിയിൽ നിൽക്കുന്നു. സൂര്യന്റെ അയനം എന്ന് നമ്മൾ പറയുമ്പോൾ സൂര്യൻ വാസ്തവത്തിൽ
സഞ്ചരിക്കുന്നൊന്നുമില്ല. സൂര്യൻ സ്ഥിരമാണ്. ശബരിമലയും ഭക്തരും എന്ന വിഷയത്തിൽ SASS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനിൽ സ്വാമി പ്രഭാഷണം നടത്തി. കനോയിങ് ഡ്രാഗൺ ബോട്ട് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 3 സ്വർണവും 4 വെള്ളിയും നേടിയ അനസ് PS, 1 സ്വർണവും വെള്ളിയും നേടിയ അർജുൻ അനിൽകുമാർ, 1 സ്വർണവും വെള്ളിയും വെങ്കലവും നേടിയ അജയകുമാർ എന്നിവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. SASS കുട്ടനാട് താലൂക്ക് സെക്രട്ടറി സന്തോഷ് ഭാസ്കരൻ, ഹരികുമാർ ദേവി കൃപ, R രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ സദ്യയും വൈകുന്നേരം ദേശതാലപ്പൊലിയും ദീപക്കാഴ്ചയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. മങ്കമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവം ഭക്തിയാഡംബരപൂർവ്വം നടന്നു. ക്ഷേത്രം മേൽശാന്തി അമ്പനാകുളങ്ങര ശ്രീകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ നെയ്യാഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. അനിരുദ്ധൻ പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണവും നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ മഹാപ്രസാദമൂട്ടും നടന്നു. വൈകിട്ട് പുളിന്തറ ശ്രീ ശിവയോഗീശ്വര ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ദേശതാലപ്പൊലി നടന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തിരുവരങ്ങിൽ അമൽ ചമ്പക്കുളത്തിന്റെ ഭരതനാട്യം, ചങ്ങനാശ്ശേരി സപ്തസ്വരലയുടെ കരോക്ക ഗാനമേളയും മങ്കമ്പ് ഷിജോ നയിച്ച മീസ് പരേഡ് എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഗോപകുമാർ, സെക്രട്ടറി വേണുഗോപാൽ, ഖജാൻജി സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7320 രൂപ, പവന് 58,560. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.